ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കിവികളെ നിലം തൊടിയിച്ചിട്ടില്ല ഇന്ത്യൻ സ്പിന്നർമാർ. ഇന്ത്യയെ മികച്ച സ്കോറിലെത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയ ആത്മവിശ്വാസം ന്യൂസിലാൻഡിനുണ്ടായിരുന്നു. എന്നാൽ സിലബസിൽ നിന്നല്ലാതെ ചോദ്യം വന്നപ്പോൾ കിവികൾ പതറി. മുൻ മത്സരങ്ങളിൽ ഒന്നും കളിക്കാതിരുന്ന വരുൺ ചക്രവർത്തിയാണ് ന്യൂസിലാൻഡ് ബാറ്റിംഗ് നിരയെ തകർത്തത്. ദുബായിൽ നടന്ന മത്സരത്തിൽ 44 റൺസിന്റെ വിജയമാണ് ടീം ഇന്ത്യ നേടിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 249 റൺസ് നേടിയപ്പോൾ ന്യൂസിലാൻഡ് 205 റൺസിന് ഓൾ ഔട്ടായി. തുടർച്ചയായ മൂന്നാം മത്സരത്തിലും ജയം നേടിയതോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലേക്ക് പോകാനും ഇന്ത്യക്ക് കഴിഞ്ഞു. 5 വിക്കറ്റുകൾ വീഴ്ത്തിയ സ്റ്റാർ സ്പിന്നർ വരുൺ ചക്രവർത്തി ഹർഷിത് റാണക്ക് പകരം തീർത്തും അപ്രതീക്ഷിതമായാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ എത്തിയത്. കിട്ടിയ അവസരം മുതലാക്കിയ വരുൺ ടീമിൽ സ്ഥാനമുറപ്പിക്കുന്ന പ്രകടനവും കാഴ്ചവെച്ചു. വരുണിന്റെ ഈ ഫോം സെമി ഫൈനലിന് മുമ്പ് ഇന്ത്യക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. എന്നാൽ ടീം സെലക്ഷന്റെ കാര്യത്തിൽ അല്പം ആശയക്കുഴപ്പത്തിനും ഇത് വഴിവെച്ചേക്കും. ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം സംസാരിക്കുന്നതിനിടയിൽ വരുൺ ചക്രവർത്തിയെ വാനോളം പ്രശംസിച്ച രോഹിത് ശർമ്മ ടീമിലെ സെലക്ഷൻ തലവേദനയെക്കുറിച്ചും സൂചനകൾ നൽകി. വരുൺ ചക്രവർത്തിയെ ഈ കളിയിൽ ടീമിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിലെ കാരണവും രോഹിത് ഇതിനൊപ്പം ചൂണ്ടിക്കാട്ടി. വരുൺ ചക്രവർത്തി ടീമിന് നൽകുന്ന ഒരു എക്സ് ഫാക്ടറാണ് അദ്ദേഹം പ്ലേയിങ് 11-ൽ ഉൾപ്പെടാൻ കാരണമെന്ന് ഇന്ത്യൻ നായകൻ സൂചിപ്പിച്ചു. വരുണിനെ വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്നും അതിനാൽ അദ്ദേഹത്തെ പരീക്ഷിച്ചു നോക്കിയതാണെന്നുമാണ് രോഹിത് പറഞ്ഞത്. നോക്കൂ, വരുൺ വ്യത്യസ്തമായ എന്തെങ്കിലും ടീമിനായി കൊണ്ടുവരുന്നു, അതിൽ സംശയമില്ല. അദ്ദേഹത്തിന് ടീമിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ടീമിന് വേണ്ടി ഏറെ കാര്യങ്ങൾ നൽകാനാകുമെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. അടുത്ത മത്സരത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അല്പം ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരു സുഖമുള്ള തലവേദനയാണ്. വരുൺ വളരെ മികച്ചു നിന്നു. നല്ല പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ അവനെ റീഡ് ചെയ്യുക ഏറെ പ്രയാസമാണ്. രോഹിത് ശർമ്മയുടെ വാക്കുകളാണിത്. ഈ വാക്കുകളിൽ നിന്ന് വരുൺ ചക്രവർത്തിയെ ഇനിയും കളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ രോഹിത് ഉറപ്പ് നൽകുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യൻ പേസർമാർ ആകെ എറിഞ്ഞത് 8 ഓവറുകളാണ്. മധ്യ ഓവറുകളെല്ലാം സ്പിന്നർമാർ അടക്കി ഭരിച്ചു. 10 ഓവറുകൾ പന്തെറിഞ്ഞ വരുൺ ചക്രവർത്തി 42 റൺസ് വഴങ്ങിയാണ് 5 വിക്കറ്റുകൾ വീഴ്ത്തിയത്. 9.3 ഓവറുകൾ പന്തെറിഞ്ഞ കുൽദീപ് യാദവ് റൺസ് വഴങ്ങുന്നതിൽ അത്ര പിശുക്ക് കാട്ടിയില്ല. എന്നാൽ 2 ന്യൂസിലാൻഡ് താരങ്ങളുടെ വിക്കറ്റ് വീഴ്ത്താൻ കുൽദീപിന് കഴിഞ്ഞു. രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവരാണ് ഇന്ത്യക്കായി ബാറ്റിംഗിൽ തിളങ്ങിയത്. മാർച്ച് 4 ചൊവ്വാഴ്ചയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ മത്സരം നടക്കുന്നത്. ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായാണ് ഇന്ത്യ സെമിയിലെത്തിയതെങ്കിൽ ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരായാണ് ഓസ്ട്രേലിയയുടെ സെമി ഫൈനൽ പ്രവേശനം. ദുബായിൽ വെച്ച് തന്നെയാണ് മത്സരം നടക്കുന്നത് എന്ന കാര്യം ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. ഇതിനകം 3 മത്സരങ്ങൾ ഇന്ത്യ ഇവിടെ വിജയിച്ചു കഴിഞ്ഞു. എന്നാൽ ഓസ്ട്രേലിയയെ അങ്ങനെ തള്ളിക്കളയാനും കഴിയില്ല. വരുൺ ചക്രവർത്തിയുടെ മികച്ച ഫോം പരിഗണിച്ച് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഇതേ ടീമിനെ തന്നെ നിലനിർത്തുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്.